അപ്പം നമുക്ക് ലാബൂബ് ഒന്ന് കീറുക. ഇതാണ് ആ സാധനം. ഒരിടത്ത് ഒട്ടിച്ച് നോക്കാമേ. അത് ആ റിങ്സിലൊക്കെ ഒന്ന് ഒട്ടിക്കും. അങ്ങനെ നമുക്ക് ജേണൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോഴേ കണ്ണോട്ട് വെച്ചേക്കുന്നത് ഇതും. എനിക്ക് ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അത് നമ്മളിത് ഓരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ അനിയത്തിക്കുട്ടി കണ്ടുപിടിക്കും. അപ്പം അവൾ കണ്ടുപിടിക്കാത്ത രീതിയാണ്. അവൾക്ക് ഓരോന്നിനും ഓരോന്ന് കൊടുക്കും തീരുമ്പത്തിയാണ്. അല്ലെങ്കിൽ അവൾ നമ്മുടെ കളിപ്പണെടുക്കുന്നു. പിന്നെ ഞാൻ നോട്ടയിട്ട് വെച്ചേക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഇത്. ഞാനും അവളും നോട്ടയിട്ട് വെച്ചേക്കും. അപ്പം ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ അവൾക്കാരും നമുക്കിത് പിന്നെ അത് മുറിക്കാൻ സിമ്പിളാണ്. അവർ തന്നെ ഒരു സ്റ്റിച്ചിങ് തന്നിട്ടുണ്ട്. അത് വേറെ ഒന്ന് ഞാൻ ആക്കിയാൽ തീർന്നു. ആ ഒരു സ്ഥലത്ത് മാത്രം പിടിച്ചാക്കണം. അത് ഒരു കുഴപ്പമില്ലാതെ വരും. ഇങ്ങനെ തന്നെ നമ്മുടെ ഇത്രയും ഒരെണ്ണത്തിൽ തന്നെ ഒരു 100 എണ്ണം ഉണ്ട്. അപ്പോഴത്തേക്കും തന്നെ പിന്നെ വേറെണ്ണത്തിൽ നല്ല രസമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുക്കിലൊക്കെ കണ്ടുപിടിക്കാറുണ്ട് സ്കെയിൽസ് അങ്ങനെയൊക്കെ. ആ ഒരു കുഞ്ഞു സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കളിക്കാറുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് കണ്ടാൽ പോലെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യും, കമൻറ്റ്. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിയ എന്നാണ് അവളുടെ പേര്. അവളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ദിയ എന്ന് തന്നെയാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അത് നിങ്ങൾ കാണണം കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സ് നമുക്ക് ഗിഫ്റ്റ് നമ്മളെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ജേണലും ഈ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കാം കേട്ടോ. ഈ നമ്മളെ വൈറ്റ് കളറുള്ള കപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒട്ടിക്കാം. ഇത് പിന്നെ എല്ലാത്തിനും അവൈലബിളുമാണ്. പിന്നെ നമ്മളാണ് മുറിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലാബൂബിൻ്റെ പാവയെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രേത പാവയാണെന്നാണ് പറയുന്നത്. അത് വാങ്ങിച്ച വീട്ടിലൊക്കെ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ എന്നാണ്